ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലും അജ്രക്കിൻ്റെ മെറ്റീരിയലും വെച്ചിട്ട് ഒരു അംബ്രല്ല ടോപ്പാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോളും കൂടെ കൊടുക്കുന്നുണ്ട്. ടോപ്പിന് വേണ്ടിയിട്ട് 2.25 മീറ്ററാണ് ജോർജറ്റ് എടുത്തിട്ടുള്ളത്. അജ്രക്കിൻ്റെ മെറ്റീരിയൽ 1.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പാണ് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു 2.5 മീറ്ററോളം എടുത്തിട്ടുണ്ട്. ഷോളിനും ഈ ഒരു സെയിം ജോർജറ്റിൻ്റെ മെറ്റീരിയലായ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ലൈനിങ് ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തുണി ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കോണായിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ കാണുന്ന പോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഞാൻ മുകളിൽ നിന്ന് തന്നെ താഴത്തേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ യോക്കിൻ്റെ അളവും പോയിട്ട് ബാക്കി എത്രയാണോ വേണ്ടത് അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പം ഏകദേശം ഒരു 32 ഇഞ്ചോളം ഇതേപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കേർട്ടിൻ്റെ വണ്ണവും അതുപോലെ തന്നെ ഇറക്കമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി ഇതിൽ താഴെ വന്ന ആ ഒരു കുറച്ച് പീസസ് ഉണ്ടല്ലോ, അത് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. യോക്ക് പാർട്ടിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഞാനൊരു 15 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും 7 ഇഞ്ചസാണ് എടുക്കുന്നത്. ഇനി ചെസ്റ്റിൻ്റെ അളവ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈക്കുഴി നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി താഴ്ഭാഗത്തെ ഷേപ്പിൻ്റെ വണ്ണവും കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാമേ. അതിനുശേഷം ഞാനിവിടെ സ്കേർട്ടിൻ്റെ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഭാഗത്ത് എനിക്ക് തുണി തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗത്ത് ഇതേ അളവിന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്കേർട്ടിൻ്റെ പീസ് ഞാൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. കണ്ടോ? ഇതിപ്പോൾ ഒറ്റ ലെയറായിട്ടാണ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കിടക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി അതാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് വയ്ക്കുന്നത്. ഒരു എൽബോ സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. ആം ഹോളിൻ്റെ അളവിനനുസരിച്ചിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. താഴ്ഭാഗത്തെ സ്ലീവിൻ്റെ ലെങ്ത് ഞാനൊരു 12.5 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെ കൈവണ്ണം ഞാനൊരു 7 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന്, അതായത് ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു 3.5 ഇഞ്ചസും കൂടെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. സ്ലീവിന് വേറെ മെറ്റീരിയൽ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ മെയിൻ ക്ലോത്ത് 2.25 മീറ്റർ എടുത്തത്. ഇല്ലാതെ നമ്മൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ തുണി തികയില്ല. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കോട്ടണിൻ്റെ സെയിം കളറിലുള്ള ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പോട്ട്ലി ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജോർജറ്റിൻ്റെ തുണിയിൽ നമ്മൾ വെറുതെ മടക്കിയിട്ടിട്ട് പോട്ട്ലി ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല വശം മറിക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് ആ ഒരു ബട്ടൺസിൻ്റെ തയ്യൽ തുമ്പൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ യോക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് തുണി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ലെങ്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 5 ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ബട്ടൺസ് വയ്ക്കുമ്പം 1/2 ഇഞ്ച് താഴത്തോട്ടായിരിക്കും വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു തുണി കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തയ്ക്കാനുള്ള എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിൽ കോട്ടൺ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ 5 ഇഞ്ച് നെക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ എത്ര ബട്ടൺസ് വേണോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു യോക്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് കവർ ചെയ്ത് വരത്തക്ക രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ഓരോ ബട്ടൺസും ഈ ഒരു നെക്ക് ലൈൻ്റെ താഴത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഫൂട്ടിട്ടാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പോട്ട്ലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെയായിട്ട്, ഇതിപ്പോൾ നമ്മൾ നല്ല വശത്താണ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മീതെയായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത പീസ് ഉണ്ടല്ലോ ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ബട്ടൺസ് വെച്ച് സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ മീതെ കൂടെ ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതും വളരെ പതുക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ കുറച്ച് പിന്നൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
ഞാൻ ആദ്യമായിട്ടാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ പോട്ട്ലി ബട്ടൺസൊക്കെ വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാനുള്ള പാടുകൊണ്ടാണ് അത് മടിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നിവർത്തി ഇടുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ വരുന്ന ആ ഒരു ബട്ടൺസിൻ്റെ ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ? അപ്പോൾ ഇത് നിവർത്തി ഇടുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ കറക്റ്റ് സെൻറ്ററിൽ ഇതേപോലെ ബട്ടൺസൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിതിൽ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് കറക്റ്റ് അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതേപോലെ തുണിയുടെ ചീത്ത വശത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആം ഹോളും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ വന്ന ആ ഒരു ആം ഹോളിൻ്റെ തുണിയൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാൻവാസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നെക്കിൻ്റെ വീതി 3 ഇഞ്ചസും നീളം 5 ഇഞ്ചസുമാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല യു ഷേപ്പിനാണ് നെക്ക് കൊടുക്കുന്നത്. അപ്പോൾ പോട്ട്ലി ബട്ടൺസ് ഒക്കെ വെച്ചിട്ടുള്ള നെക്ക് ഡിസൈനിൽ ഈ ഒരു യു ഷേപ്പായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇനി ക്യാൻവാസിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ ഓരോ ഇഞ്ചസും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ യു നെക്ക് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ക്യാൻവാസ് ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമ്മുടെ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചടിച്ചെടുത്താലും മതി. ജോർജറ്റ് ആയതുകൊണ്ട് കുറച്ച് പാടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് കരുതിയത്. ബാക്ക് നെക്കിലും ക്യാൻവാസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. വീതി 3 ഇഞ്ചും നീളം ഒരു 4 ഇഞ്ചിലുമാണ് കൊടുക്കുന്നത് കേട്ടോ. ക്യാൻവാസ് ഇതേപോലെ ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് ചുറ്റിനും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മുടെ തുണിയുടെ സെൻറ്ററുമായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നല്ല വശത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുമ്പോൾ ആ ഒരു പോട്ട്ലി ബട്ടൺസിൻ്റെ ഭാഗത്തൊന്നും തയ്യൽ വരുന്നില്ല എന്ന്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഇതേപോലെ ആ ഒരു സൈഡിൽ നിന്ന് നെക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. കണ്ടോ? അതിനുശേഷം നെക്കിൻ്റെ ഭാഗത്ത് നമുക്കൊരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സും കൂടെ ഇട്ടിട്ട് ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് പതിച്ചടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. നമ്മൾ പോട്ട്ലി ബട്ടൺസ് വെച്ച് കൊടുത്തതായിട്ടൊന്നും കാണത്തില്ല, നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസ് വരുന്ന ഭാഗം നമുക്ക് ഒന്ന് ഹെം ചെയ്ത് നീറ്റാക്കിയാൽ മതിയാകും. ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ടിൽ നമ്മൾ ഈ ഒരു ക്രേപ്പിൻ്റെ ലൈനിങ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കണ്ടോ? ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ക്യാൻവാസ് വെച്ച പോർഷൻ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് തയ്യൽ പൊട്ടി പോകത്തൊന്നുമില്ല കേട്ടോ. ഷോൾഡർ 2 സൈഡും ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നിവർത്തി ഇടുമ്പോൾ നല്ല ഫിനിഷിങ്ങോടെ തന്നെ കിട്ടും. അപ്പോൾ ഇനി ആ ഒരു ബാക്ക് സൈഡിലെ ക്യാൻവാസും കൂടെ ഉള്ളിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ബാക്ക് നെക്കും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്താൽ മതിയാകും. അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒരു സൈഡിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ലോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ യോക്ക് പീസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പോട്ട്ലി ബട്ടൺസൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ? ഇതിനി നമുക്ക് സ്കേർട്ടുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ സ്കേർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഞാൻ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒറ്റ ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡ് ഒന്ന് മാറ്റി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെയും സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശം വരത്തക്ക രീതിയിൽ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ലൈനിങ് ക്ലോത്തിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും സൈഡുകൾ രണ്ടും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ?
അതിനുശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന യോക്ക് പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ യോക്ക് പീസിൻ്റെ നല്ല വശം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു യോക്കിൻ്റെ രണ്ട് സൈഡും കറക്റ്റായിട്ട് ഈ ഒരു സ്കേർട്ടിൻ്റെ രണ്ട് സൈഡിലേക്കും വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിന്ന് ചുറ്റിനും കുത്തി കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം. യോക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ അടിവശവും കൂടെ നന്നായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാമേ. ഇനി നമുക്ക് ഷോളാണ് തയ്ക്കാനുള്ളത്. അപ്പോൾ ഷോളിൻ്റെ സൈഡിലായിട്ട് അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ലേസ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 ഇഞ്ച് വിഡ്ത്തിന് കുറച്ചധികം പീസസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷോളിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഞാനൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗത്ത് തേര് വശമായതുകൊണ്ട് അവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാത്ത ഭാഗം, അതായത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി ഷോളിൻ്റെ നല്ല വശത്തായിട്ട് അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഇതേപോലെ കുറച്ചൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു സൈഡാണ് കേട്ടോ ആദ്യം കാണിച്ചു തരുന്നത്. തുണി ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുളിവുകളൊന്നും വരരുത് കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് താഴ്ഭാഗം എത്തുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സൈഡും കൂടി ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പിന്നൂത്തി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ നല്ല രീതിക്കൊന്ന് അയൺ ചെയ്തെടുത്താലും മതിയാകും. എന്നിട്ട് ആ ഒരു ബോർഡറിൻ്റെ ഭാഗം ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഇതേപോലെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മടക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നീങ്ങി പോരുത് കേട്ടോ. അത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് താഴത്തേക്ക് ഇതൊന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇത് മടക്കുമ്പോഴത്തേക്കും ആ ഒരു കോർണർ ഭാഗം ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്, ഒന്ന് ചരിഞ്ഞ് വരത്തക്ക രീതിയിൽ. അത് നീങ്ങി പോകാതിരിക്കാൻ നമുക്ക് ഇതേപോലെ ഒന്ന് പിന്നൂത്തി കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ എന്നിട്ട് ബാക്കിയുള്ള ഭാഗവും കൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ആ ഒരു പിൻ ഇതേപോലെ നീക്കി കൊടുത്തിട്ട് താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ? ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തുണി നീങ്ങി പോവാതെ ഇതേപോലെ ബാക്കിയും കൂടെ തയ്ച്ചു കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ലേസിൻ്റെ താഴ്ഭാഗം മാത്രമാണ് കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത കോർണർ എത്തുമ്പോൾ തുണി ഇതേപോലെ ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗത്തേക്ക് ഇതേപോലെ ബാക്കി ലേസും കൂടെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലേസ് അറ്റാച്ച് ചെയ്തത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. 1-2 വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടത്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് അവിടെ തന്നെ ബോർഡർ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും ഒന്ന് നീറ്റായിട്ട് തയ്ച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ വീണ്ടും തുണി ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വച്ച് നോക്കാം. കണ്ടോ? അപ്പോൾ കുറച്ച് ഭാഗം നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ആ ഒരു കോർണറിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ബാക്കി കുറച്ച് തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ? എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു ബോർഡറിൻ്റെ ഭാഗത്തൂടെ ഇതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നും. പക്ഷേ 2 സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് വളരെ സിമ്പിളായിട്ട് തന്നെ വന്നോളും കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിക്ക് അതും കൂടെ ഒന്ന് നീറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ബോർഡർ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ സ്ലാൻഡിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മുകൾ ഭാഗവും കൂടെ തുണി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ചുറ്റിന് തയ്ച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും തുണി ഒട്ടും വലിഞ്ഞു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ പൊന്തിയൊന്നും നിൽക്കരുത്. നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വൃത്തികേടായിട്ട് വരും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കോർണേഴ്സ് എത്തുമ്പോഴത്തേക്കും ഇതേപോലെ നീഡിൽ കുത്തി നിർത്തി കൊടുക്കാം. കണ്ടോ? എന്നിട്ട് താഴത്തേക്ക് ഇതേപോലെ കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും നീഡിൽ കുത്തി നിർത്തിയിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കി ഭാഗവും കൂടെ തയ്ച്ചു കൊടുക്കുക. കണ്ടോ? ബോർഡർ വയ്ക്കാനുള്ള തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തീർന്നു പോയാൽ പിന്നെ ജോയിൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൊരു ലുക്ക് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു പോളി ബട്ടൺസൊക്കെ ഞാൻ വിചാരിച്ചതിലും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടി കേട്ടോ.
പിന്നെ ഷോള് എനിക്ക് ഒരു സൈഡിൽ മതിയായതുകൊണ്ടാണ് 2 മീറ്റർ എടുത്തിട്ടുള്ളത്. 2 സൈഡിലും വേണമെങ്കിൽ 2.25 മീറ്ററെങ്കിലും എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നില്ല, ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.